തിന്നോ ഉറങ്ങുക, ഇതല്ലാതെ എന്താ അറിയണം? ക്ലീറ്റോ, ക്ലീറ്റോ, കഴിഞ്ഞു, പ്രകടനം കഴിഞ്ഞു. ഒന്ന് കണ്ണു തുറന്നിരിക്കാമോ ഇത്തിരി നേരം? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനേ സെക്രട്ടേറിയറ്റ് തടയിൽ ഒരു സമരവും കല്ലെറിയില്ല, അങ്ങനെ പെട്ടെന്ന് ഇത് എന്തോ വന്നു. അവിടെ കിടന്ന് അങ്ങോട്ട് വിരക്. ക്ലീറ്റോ, ഇന്ന് തരാന്ന് പറഞ്ഞ പൈസ എവിടെ? നിങ്ങൾക്ക് ഞാൻ കുടുംബശ്രീന്ന് ഒരു 15,000 രൂപ എടുത്ത് തന്നായിരുന്നോ? ഓർമ്മയുണ്ടോ അത്? ഇന്നത് അടക്കേണ്ടത്. ആ പെണ്ണുങ്ങളുടെ ആട്ടും തുപ്പും കേൾക്കാൻ എനിക്ക് പറ്റൂല. പൈസ മര്യാദക്ക് മേടിച്ചതാ അങ്ങോട്ട്. കണ്ണു തുറന്നിരിക്കാൻ. കപ്പ കഴിച്ച പിന്നെ ഭയങ്കര ക്ഷീണോടി, അതല്ലേ ഞാൻ ഇച്ചിരി. പൈസ എവിടെ? 15,000 രൂപ എന്ത് ചെയ്തു നിങ്ങള്? ഏത് 15,000? ഇത് 15,000 നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ക്ലീറ്റോ, അന്ന് നിങ്ങളുടെ പാലായിൽ വീട്ടിൽ എന്താ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കുടുംബശ്രീന്ന് 15,000 രൂപ നിങ്ങൾ കടമെടുപ്പിച്ചോ? ആ പൈസ എവിടെന്ന്? അത് ഇന്ന് തരാന്നാ പറഞ്ഞ. അത് ഇതൊന്നും എന്നോട് പറയണ്ട, മര്യാദക്ക് പൈസ അങ്ങോട്ട്. അത് പാലായിലെ വീട്ടിലേക്കല്ല തങ്കം. അതെ, എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരനുണ്ട്, ആക്രി മുരുകൻ. അവനെ വീട് വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇത്തിരി അത്യാവശ്യമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവനാ കൊടുത്തത്. സംഗതി അത് നിന്നോട് അപ്പൊ പറഞ്ഞാ നീ ചിലപ്പോൾ തരത്തില്ല. എൻ്റെ പാലായിലേക്ക് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, നീ മറിച്ച് തരുമെന്ന് എനിക്കറിയാം. അതെ, മൃഗം പറ്റിക്കൊന്നുമില്ലടി. അവൻ തരാന്ന് പറഞ്ഞ് ഞാൻ 3-4 പ്രാവശ്യം അവിടെ പോയി. പക്ഷെ അവൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ തരുമായിരിക്കും. എന്താ തരുവായിരിക്കും? വേഷം കെട്ട് കാണിക്കരുത്. മര്യാദക്ക് പൈസ മേടിച്ചിട്ട് വാ ക്ലീറ്റോ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് കൂട്ടുകാരന്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോ മനസ്സറിഞ്ഞല്ലോ. എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ കാണണല്ലേ? ആ ഉണ്ടക്കണ്ണങ്ങ് തുറന്നു വെക്കുക, അപ്പൊ കാണാൻ നിങ്ങൾക്ക് ശരിക്കും. തങ്കം, അവനോട് ഞാൻ 3-4 പ്രാവശ്യം പോയി ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞ്, ക്ലീറ്റോ ഞാൻ തരാം, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് പറയാം. പിന്നെ അങ്ങനെ പറയണ ഒരാളിനെ ഞാൻ എങ്ങനെ എടി പോയി ദേഷ്യപ്പെടും? എനിക്കൊന്നും അറിയണ്ട. പൈസ മര്യാദക്ക് മേടിച്ചിട്ട് വന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇനി ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? കടുക്ക ഞാൻ കാണിച്ചോളല്ലേ എന്റെ പൊന്നെ ഈ പൈസക്ക് വേണ്ടി. കടുങ്ക ഞാനായിട്ട് കാണിക്കൂല. നിങ്ങളെ തല്ലിക്കൊന്ന് ഞാൻ ഈ ഉത്തരത്തിൽ കെട്ടി തൂക്കും. എന്നിട്ട് ഞാൻ പൂജപ്പുര ജയിലിൽ പോയി കിടക്കും. കുടുംബത്തിന് ചീത്തപ്പരുണ്ടാക്കല്ലേ? വെറും 15,000 രൂപയ്ക്കൊക്കെ ഇങ്ങനെ തമാശിക്കാൻ പൈസ എടുക്കുക. നീ ദേഷ്യപ്പെടുന്നതിന് ഒരു ഇച്ചിരി സമയം ഉറങ്ങാനും സമ്മതിക്കത്തില്ല. 15,000 രൂപ നിനക്ക് വേണം, അതല്ലേ ഉള്ളൂ? എനിക്ക് വേണം. ആ, ഞാൻ അവന്റെ കുത്തിന് പിടിച്ചാലും മേടിച്ചോണ്ട് വരാം. അതന്നെ പറഞ്ഞത്, മേടിച്ചോണ്ട് വരാം. ഇങ്ങനെ ഉണ്ടോ മനുഷ്യന് ഒരു സ്വസ്ഥതയും തരാതെ? പൈസ മേടിക്കാൻ നേരത്തെ ഇങ്ങനെയുള്ള വേഷം കെട്ടൊന്നും പറഞ്ഞ കേൾക്കാറില്ലല്ലോ. അന്നേരം അയ്യോ പൊന്നെ പാലേ തേനെന്ന് പറയും. എന്നിട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളെ ചീത്ത കേൾക്കാൻ വേണ്ടിട്ട് എന്നെ വിടും. ദുഷ്ടൻ. ഏത് സമയത്താന്ന് തോന്നുന്നു മുരുകന് പൈസ കൊണ്ടു കൊടുക്കാൻ തോന്നി. അവിടെ നിന്ന് എഴുന്നേക്ക്, വേറെ ഇറങ്ങും. കുറെ നേരം അല്ല കിടക്കണം. ഇപ്പൊ മുരുകൻ അവിടെ കടയിൽ കാണൂല. എന്തിനും ഉണ്ടാവും ഓരോ ന്യായീകരണം. അപ്പൊ ദഹിക്കണവരെ ഞാൻ ഇച്ചിരി കിടന്ന് ഉറങ്ങിക്കോട്ടെ. കപ്പ തിന്നൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഞാനോടത്ത് അതും ബോധം കെട്ടായിരിക്കുന്നു. വേറെ തിന്നാ ഒന്നും ഉണ്ടാക്കാതിരുന്നാ പിന്നെ അത് തിന്നല്ലേ പറ്റൂ. മിണ്ടാതിരുന്നോട്ടോ ക്ലീറ്റോ. ഒരു നാണോ ചമ്മലും ഇല്ല. എന്നതേ ഞാൻ ഇങ്ങനെ കിടന്ന് അവളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നൊരു ചിന്തയില്ലല്ലോ. ഉറങ്ങണം ഒച്ച വെപ്പിച്ചാൽ ഞാനൊന്നും പറയില്ലല്ലോ. നാണില്ലല്ലോ. എന്നിട്ട് പോ ക്ലീറ്റോ. ഓ എന്താ? അതെ, അമ്മാവൻ വന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് ആഡ്. എന്നീ നടത്തിക്കാതെ ഇങ്ങോട്ട് വരാൻ പാടില്ല. 2 എടുത്തുവാടി. എനിക്ക് ദേഷ്യം വന്നിട്ട്. GST ഒന്നും മനസ്സിലാവാതെ ജനം. സത്യം, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കടവന്തറ കട കുത്തി തുറന്ന പുതുക്കണ്ടത്തിൽ പി പ്രഭാകരൻ 40 വയസ്സ് പോലീസ് പിടി. പ്രമുഖ വ്യവസായിയുടെ പ്രമുഖയായ മകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രമുഖനായ രാഷ്ട്രീയ നേതാവും പ്രമുഖനായ സീരിയൽ നടനും പങ്ക്. കണ്ട, ഒരു പാവപ്പെട്ടൻ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്താ അപ്പൊ അവന്റെ പേരും അഡ്രസ്സും വയസ്സും വരെ എഴുതും. വലിയ വലിയ ആൾക്കാർ എന്ത് അക്രമം കാണിച്ചാലും അഡ്രസ്സും ഇല്ല, പേരും ഇല്ല. പ്രമുഖൻ. എന്റെ അമ്മാവ, ഈ പത്രം ഒന്നും വായിക്കുകയേ ചെയ്യരുത്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നന്മ ബാക്കിയിട്ടുണ്ടല്ലോ, അതടക്കമാര് തുടച്ച് ദൂരെ കളയും. പിന്നെ എന്തിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്? നമ്മുടെ നിർബന്ധത്തിന് വരുത്തുകയാണല്ലേ. ആരാ പത്രം വായിക്കണം? അല്ല, ഇത് ചേച്ചിയും ചേമ്പി ഏതമ്പലത്തിൽ പോയിന്നാ പറഞ്ഞു?
അവര് വലിയ തീർത്ഥയാത്രയിൽ പോയതല്ലേ. എവിടെ? മുരുടേശ്വർ, മൂകാംബിക. മൂകാംബികയോ? ഓ 2-3 ദിവസമല്ലേ വരാൻ? ആവും. ഈ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞാ അവര് രണ്ടാളും ഒറ്റയ്ക്കല്ല, അമ്പലത്തിന് വലിയ ബസ് ഉണ്ട്. ഓ എന്നാലും ഒരു ആൺതുണയൊക്കെ വേണ്ടാണ്. നിനക്ക് കൂടി പോവാറുന്നില്ല ഇവിടെ? ഞാൻ എങ്ങനെ പോവാമാവാ? ഞാൻ എന്റെ ഓഫീസിലൊക്കെ പോണ്ടേ. പിന്നെ എനിക്ക് ആ പാവം വയ്യാത്തോടത്താണ് അതാ. അല്ല പിന്നെ ചേച്ചിക്ക് നിർബന്ധമായിട്ടില്ല. ജമന്തിക്ക് ഒരു കുട്ടി ഉണ്ടായി കാണാൻ വേണ്ടിയിട്ട് മൂകാംബിയൊക്കെ പോകണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവും. ഓ ആ പ്രതീക്ഷയൊക്കെ വിട്ടു. ഇനിയിപ്പോ ഒരു ദൈവം തമ്പുരാൻ വിചാരിച്ചാലും അത് നടക്കൂല. എടാ നീ ഇങ്ങനെ നിരാശപ്പെടല്ലേ, എല്ലാത്തിനും ഓരോ സമയം ഉണ്ടാവും, അപ്പൊ എല്ലാം നടക്കും. നടക്കും. ആ ഇതെന്തടി ഒരു ചായ? എന്തേ ഞാനെന്താ കടലാസ് തൊട്ടിയെടുത്തതാ? ഈടാ നീ ഇപ്പഴല്ലേ ഒരു ചായ അങ്ങ് കുടിച്ചത്? പൊന്നു, ആ ജമന്തി അമ്മ വേഗം വന്നാ മതിയായിരുന്നു. ക്ലീറ്റോനെ നോക്കണേക്കാളും പാടെ ഇപ്പൊ അടുത്തിനെ നോക്കാൻ. പിന്നെ എന്നെ നീ ഇങ്ങോട്ട് നോക്കിയിട്ട് ഒരു ഞായറാഴ്ച അല്ലേ അവനെ സഹിക്കണ്ടു, അല്ലാത്ത ദിവസമൊക്കെ അത് ഓഫീസിലല്ലേ. ഇന്നലെ 11 ചായ കുടിച്ചു, എന്നിട്ടാ ഇരിക്കണേ. എന്താ ഈ പറയും? അവന്റെ അച്ഛനെ എങ്ങനെയായിരുന്നു? എപ്പോഴും വേണം ചായ. അച്ഛൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഓ പിന്നെ ഓ അല്ല, നിനക്ക് ചേച്ചിയുടെ കൂടെ അമ്പലത്തിൽ പോർന്നില്ലേ? പോയി. എന്തേ? ആ പെണ്ണിന് സ്കൂളിൽ പോണ്ടേ? ഒരു കാര്യ. അതെ അമ്മാവാ, ഇവളും പോവാൻ തുടങ്ങിയതാണ്. മറ്റേ രണ്ടുപേരും പോവാന്ന് പറഞ്ഞപ്പോൾ ഇവള് കരയിൽ തുടങ്ങി. ഞാനൊന്ന് കണ്ണുരുട്ടി. അപ്പൊ ഇങ്ങോട്ട് വന്ന കണ്ണീരുണ്ടല്ലോ, അത് നേരെ അപ്പടനെ പോയി. ക്ലീറ്റസ് എവിടെയാ? പുറത്തോട്ടെങ്ങാനും പോയിട്ടുണ്ട് എടുത്തിരിക്കാൻ. അപ്പൊ അവിടെ ഇല്ലേ? നാടാകെ പ്രശ്നമായിട്ട് കിടക്കില്ലേ? ഉള്ളി ചെന്നാലും ഒക്കെ നന്നാക്കാൻ പറ്റുമോ? നാട് നന്നാക്കണം. പിന്നെ അല്ലാതെ കഷ്ടായി. ഇപ്പൊ ഞാൻ അവനൊന്ന് കാണാച്ചിട്ട് വന്നായിരുന്നു. അതിനിപ്പോ ക്ലീറ്റോനെ കാണണേ? അല്ല അതൊന്നുമില്ല, അവനൊന്ന് കാണണം. പറ്റിയ ആളുടെ കൂടെ കൂട്ടായിട്ടൊന്നല്ല. അവൻ കഴിഞ്ഞ ആഴ്ച ഒരു 5000 ഉറുപ്പ്യ മേടിച്ചിരുന്നു. അത് 2 ദിവസം മുമ്പ് തരാ പറഞ്ഞ, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അതാ കിട്ടും 5000 ഉറുപ്പ്യ. ആ എന്തേ, നിനക്കെന്തോ ആവശ്യമുണ്ട് ഉടനെ വേണമെന്നും പറഞ്ഞിട്ട് മേടിച്ചിട്ട് പോയതാണല്ലോ. എനിക്ക് ആവശ്യമുണ്ടെന്നും പറഞ്ഞോ? പിന്നെ അല്ലാണ്ട് അവൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും കൊടുക്കൂടി? എന്റെ ദൈവം, ഈ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്താ മതി? എനിക്ക് എന്താ ആവശ്യം ഉണ്ടാവാനാ? പിന്നെ അതൊക്കെ ചോദിച്ചിട്ടാണല്ലോ കുടുംബത്തിന് ആവശ്യം വന്നു എന്ന് അറിയുമ്പോ അവിടെ നിന്ന് ഓരോന്ന് സംഘടിപ്പിച്ചു കൊടുക്കണത്. എനിക്കെന്താ 2500 ഇന്ന് തരാന്ന് പറഞ്ഞിരിക്കുന്നു. നിന്നോട് എപ്പോ മേടിച്ചതിന്? എന്നോട് പൈസ വാങ്ങിച്ചെന്ന് 2 ദിവസം മുമ്പ്. അതെ, ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ രണ്ടുപേരും ക്ലീറ്റോ പൈസ വയ്ക്കുമ്പോ എടുത്തു കൊടുക്കണതിന് എന്നോട് ചോദിക്കാതെ? നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇവിടെ കൊടുത്ത് പെട്ടിയിൽ അടുക്കി വെച്ചിരിക്കാണല്ലോ. അത് ഇങ്ങനെ വരണവർക്ക് നാന്ന് പറഞ്ഞിങ്ങനെ ഇട്ട് കൊടുക്കാൻ. അതല്ല, എന്നോട് കൊടുക്കണോ വേണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ലേ നിങ്ങൾക്ക്? അതെന്തിനാ? എനിക്കൊരാൾക്ക് കാശ് കൊടുത്തും കാര്യം തിരിച്ചു മേടിക്കാൻ നന്നായിട്ട് അറിയാം, ഞാൻ മേടിച്ചോളാം. അവൻ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അവനത് നേടിയിട്ടേ പോകും. അതെ, കാശ് കൊടുത്തത് അമ്മാവനും മരുമോനും, മേടിച്ചത് ക്ലീറ്റോ. എനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല. കാശ് നിങ്ങൾ എന്താന്ന് വെച്ചാൽ തിരിച്ചു മേടിച്ചോളണം. അല്ല അതിന് പൈസ കിട്ടാതാ മേടി, ആ പൈസ തിരിച്ചു തന്നില്ല എന്ന് പറഞ്ഞു എന്റെ അടുത്തോട്ടെങ്ങാനും വന്ന. അയ്യോ, ഭയങ്കര സമ്പാദ്യക്കാരി. അതെ, കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മേടിക്കൊക്കെ അറിയാം. കാശ് ഞാൻ മേടിച്ചാൽ എന്തെങ്കിലും ചെയ്താ എന്റെ ക്ലീറ്റോനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് നീ എന്റെ അടുത്ത് വരാതിരുന്നാ മതി. ഞാൻ എന്തായാലും അത് മേടിച്ചിട്ടൊന്ന് പോകുള്ളൂ, എനിക്ക് അത്ര അർജന്റാ. അപ്പൊ അമ്മാവൻ ഇവിടുന്ന് പോണേല്ലേ? ഞാനാരാമോ, ഞാൻ കാശ് മേടിക്കും ചെയ്യും, ഇവിടുന്ന് പോവും ചെയ്യും. നടന്നത് തന്നെ. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇതെന്താ വണ്ടിയിലാണല്ലോ. ഓഫ് ചെയ്തോ, വണ്ടി ഓഫ് ചെയ്തോ. അവിടെ അവിടെ ഇരുന്നു. എന്താ വിറ്റത്? വാ പറയാം. ഇതെടുക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ രാവിലെ പോയത്? ഞാനേ നമ്മുടെ ആക്രി മുരുകനില്ലയോ, അവനെ കാശ് മേടിക്കാൻ അവൻ്റെ അടുത്ത് പോയതാ. ചോദിച്ചപ്പോൾ അവൻ 3 ആഴ്ച കൂടെ കഴിഞ്ഞ് തരാമെന്ന്. പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കില്ല, ഞാൻ കംപ്ലീറ്റ് ഇങ്ങ് ജപ്തി ചെയ്ത് കൊണ്ട് പോന്നു.
ഓ അപ്പൊ 15,000 രൂപയാണ് ഈ കിടക്കണേ അല്ലേ? അങ്ങനെ അങ്ങോട്ട് വിലയിടാറായില്ല. ഹലോ കണ്ടാ, ഇതൊക്കെ വില കൂടിയതാ. കുറെ പഴയ പാട്ട് കേൾക്കാം വെച്ചോ. ഒന്ന് പിടിക്കടേ, ഒന്ന് സഹായിക്ക്. ഓട്ടോറിക്ഷയ്ക്ക് കാശ് കൊടുത്തു വിടട്ടെ. ഓക്കെ, നീ വിളിക്കും, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ട് കേട്ടാ. ശരി. ഇല്ല, മെല്ലെ കയറ്. എന്റെ പൊന്നളിയാ, എന്റെ കഷ്ടകാലത്തിന് എവളുടെ മറ്റേ കുടുംബശ്രീന്ന് ഒരു 15,000 രൂപ ഞാനൊരു വായി നോക്കിക്ക് കൊടുത്ത്. ആ പൈസ ചോദിച്ചപ്പോ ഞാൻ മടുത്ത്. അങ്ങനെ എന്ത് ചെയ്തു, ഇന്ന് കംപ്ലീറ്റ് ജപ്തിയില്ല ഞാൻ. അത് ശരി. അപ്പൊ നീ ആളുകൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് തന്നില്ലെങ്കിൽ ജപ്തി ചെയ്യാൻ നിനക്കറിയാം. ചെയ്തില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായി പോവില്ലേ? നീ ആളുകളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവര് ജപ്തി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിനക്ക് അണ്ടർവെയർ പോലും കാണൂലല്ലോ. അതിനിപ്പോ ഞാൻ ആരെയൊന്നും പൈസ ഒന്നും വേറെ മേടിച്ചിട്ടില്ലോ, ഇതല്ലേ ഉള്ളൂ. എന്തേ? അപ്പൊ എന്റെ മേടിച്ച 5,000 റുപ്യ മേടിച്ചോ? എടാ 2 ദിവസം മുമ്പ് തരാന്നല്ലേ പറഞ്ഞ്. എനിക്ക് ഇത്തിരി അർജന്റ് ഉണ്ട്, ഞാൻ അത് മേടിക്കാൻ വന്നാ. ഞാൻ മേടിച്ചല്ലേ? ഞാൻ എന്റെ ഇപ്പൊ എനിക്ക് ഓർമ്മ 5,000 റുപ്യയുടെ എനിക്ക് പോണം. ഇപ്പം മേടിക്കാൻ ഇല്ല മാവ. എന്തേ? നീ എന്റെ കയ്യിൽ നിന്ന് 2,500 വാങ്ങിയല്ലോ, അത് ഇന്ന് തരാന്ന് പറഞ്ഞല്ലേ? ആ പൈസ എവിടെയാണ്? അതൊക്കെ മേടിച്ചു. എപ്പോ വാങ്ങിച്ചെന്നാ? അതിനൊക്കെ ഓർമ്മയില്ലേ? ഓർമ്മ ഉണ്ടോ ഇല്ലയോ? എപ്പോഴും വാങ്ങിച്ചതായിട്ടൊരു ഓർമ്മയുണ്ട്. അല്ല 2 ദിവസം മുമ്പ്. 5,000 റുപ്യയുടെ എനിക്ക് വേണം. എന്തിനീ 2,500 ഈ 5,000 നിങ്ങൾ എന്റെ പേര് പറഞ്ഞ് മേടിച്ചിട്ട് എവിടെ കൊണ്ടുപോകും? സത്യമായിട്ടും തങ്കത്തിന്റെ പേര് പറഞ്ഞല്ല ഞാൻ വാങ്ങിച്ചത്. ഞാൻ പാർട്ടി ഓഫീസിൽ ചെറിയ എന്തോ 1-2 അത്യാവശ്യത്തിന്റെ ഇടയ്ക്ക് പോയി മേടിച്ചതാണ് കേട്ടോ. നീ തങ്കത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്റെ മേടിച്ച്. അതെ, നീ ഇനി ഉരുണ്ട് കളിക്കണ്ട. 5,000 റുപ്യ കാട്ടി എനിക്ക് പോണം. അത് കിട്ടാണ്ട് ഞാൻ പോവില്ല കേട്ടോ. അതെ, ഇപ്പൊ നമുക്ക് കാശ് തരാത്തോണ്ട് ഞാൻ അവനെ പോയി ജപ്തി ചെയ്തല്ലോ. അതുപോലെ നിങ്ങളൊരു കാര്യം ചെയ്യുന്നെങ്കിൽ ജപ്തി ചെയ്തോ. എന്നെ ജപ്തി ചെയ്യാൻ എന്റെ എന്താ ഈ ആക്രിയ? ഇതിന് ഇഷ്ടമുള്ള എടുത്തോ അമ്മ. അവന് 5,000 നിനക്ക് 2,000. ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇത്തിരി സമയം തരണം അമ്മാവൻ. അത് യവനെ ഞാനൊന്ന് ഒതുക്കട്ടെ. യവൻ അലമ്പ. നിനക്ക് 500, ഇത് 2,000 നീ തീർത്താ. പൈസ ആയിട്ട് വാങ്ങുള്ളൂ എന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയം. നിന്റെ ഈ വേഷം കിട്ടാൻ നടക്കൂലോ കളിച്ചോ. ഒരു മനുഷ്യന് പൈസ എടുത്ത് പോക്കറ്റ് വെച്ചേക്കണല്ല. ഞാൻ പോക്കറ്റ് അടുക്കി വെച്ചതല്ല, എനിക്ക് ആവശ്യമുണ്ട് പൈസ. അതെ, എന്റെ 5,000 റുപ്യ തരണ്ടപ്പോ. അമ്മാവന് ഇതിന് എന്താ വേണമെന്ന് വെച്ചാൽ 5,000 രൂപയ്ക്ക് മുതലാവണ എടുത്തോ. ഇത് തക്കളി മുക്ക കളിക്കള, വേറെ എന്ത് വേണമെന്ന് വെച്ചാൽ എടുത്തോ. എടുത്തോ. ഞാൻ രാവിലെ നിങ്ങൾ എന്തും പറഞ്ഞിട്ടുണ്ടാ വിട്ടത്? കുടുംബശ്രീയുടെ ലോൺ എടുത്ത പൈസ കൊണ്ടുവന്നെന്ന് പറഞ്ഞോ? നീ അങ്ങനെ അപ്പൊ ആ പൈസയാണ് ഈ 15,000 രൂപ എന്ന് പറഞ്ഞ സാധനമാണ് ഈ കിടക്കണത്. നീ എന്നിട്ട് എന്നോട് എന്താ പറഞ്ഞത്? പൈസ വാങ്ങിക്കാതെ ഈ പടിയിലോട്ട് ചവിട്ടരുത് എന്ന് പറഞ്ഞോ? അപ്പൊ പിന്നെ ഇതൊക്കെ മുതലല്ലേ, നമുക്ക് വിൽക്കാം. അല്ല, എനിക്കൊരു കാര്യം പറയാനാണ്. ഇങ്ങനെ അവനെ വിട്ട എനിക്ക് ഇതിന്റെ പൈസ കിട്ടും തോന്നിയില്ല. ഇതിലിപ്പോ 5,000 റുപ്യ വിട്. ഇതിങ്ങ് തന്നാ അടാ, നീ നിനക്ക് ഒരു 2,000 തരാണ്ട് എനിക്ക് 5,000 റുപ്യ തരണ്ട്. 5,000 രൂപ എനിക്ക് വേണം. ഞാൻ എന്റെ അമ്മാവനല്ലേടാ, നീ എന്റെ മരുവനല്ലേ? ഒന്ന് ബഹുമാനം കാണിച്ചു കണക്ക്. എന്താ ഈ പിശാചിന് ഭ്രാന്ത് പിടിച്ചോ?